അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണല്ലേ. ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടല്ലോ, മനസ്സിലൊരു ഉദ്ദേശം കരുതിയിട്ടല്ലേ ഈ ഒരു വീഡിയോക്ക് ഇരുന്നിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, പരിശുദ്ധമായിട്ടുള്ള റമദാൻ മാസത്തിൻ്റെ മുമ്പായിട്ട്, ഷാബാൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഒരു അമലും എണ്ണം തെറ്റാതെ നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ആവശ്യം നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നൊരു കാര്യമല്ലേ. കാരണം ഇതിൻ്റെ ആ ഒരു ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കത്തിജ്വലിച്ചൊരു പ്രകാശമായിട്ട് നിൽക്കും. അത്രയും പവറാണ് ഈ ഒരു അമലിന്. അപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങൾക്ക് നഷ്ടമായി, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത്തരം അമലുകൾ കാണുമ്പോൾ കഴിയുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതൊരുപാട് ഉപകാരപ്പെടുന്ന ആളുകളുണ്ട്, അവരിലേക്കൊന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ഒരു നഷ്ടമാവില്ല. ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. എത്രയോ ആളുകൾ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അവർക്കൊക്കെ ഈ ഒരു അത്താണി കൂടെ ഒന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർ ഈ ഒരു അമലിനെ ചെയ്യുകയും അവർക്കതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ വിലപ്പെട്ട ദുആകളിലൊക്കെ നമ്മൾ ഓർക്കും. അത് കാരണത്താൽ റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും. അപ്പോൾ ഇത്തരം അറിവുകളെ കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഞാൻ ഇത്തരത്തിൽ പുതുതായിട്ടിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിങ്ങളടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. ഇത് ദിവസവും എല്ലാ വീഡിയോസിലും പറയാൻ കാരണം, ചില ആളുകളൊക്കെ എങ്ങനെയാ വെച്ചിട്ടാ ഇത്തരം വീഡിയോസ് കണ്ടിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ പോകും. പക്ഷെ അതിൽ കാര്യങ്ങളൊക്കെ ചില ആളുകളൊക്കെ ചെയ്തിട്ട് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാറുണ്ട് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നലത്തെ ദിവസം ഒരുപാട് ആളുകൾ ഉപകാരപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലേ, ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ. ഇന്നലെ രാവിലെ തഹജ്ജുദിൻ്റെ സമയം മുതൽ ഇശാ വരെ എത്രത്തോളം നീറ്റായിട്ടാണോ നമ്മൾ ഓരോ അമലുകളും ചെയ്തിട്ടുള്ളത്, ഓരോ കാര്യങ്ങളും റബ്ബിൻ്റെ മുമ്പിലിരുന്ന് ചോദിച്ചിട്ടുള്ളത്, അത് നമുക്ക് റബ്ബ് സുബ്ഹാനഹു തആല നടത്തി തരിക തന്നെ ചെയ്യട്ടെ. കാരണം അത്രയും എഫേർട്ട് എടുത്ത്, അത്രയും കഷ്ടപ്പെട്ട്, അത്രയും ആത്മാർത്ഥതയോടു കൂടെയാണ് നമ്മൾ റബ്ബിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഒരു പ്രാർത്ഥനയും റബ്ബ് സുബ്ഹാനഹു തആല വെറുതെയാക്കി കളയൂല. എല്ലാത്തിനും റബ്ബ് സുബ്ഹാനഹു തആല തക്കതായിട്ടുള്ള പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ചില ആളുകളുടെയൊക്കെ ഇന്നലത്തെ സമയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പവിത്രമായിട്ടുള്ളതാണ്. എന്നാൽ മറ്റു ചിലർ ഇന്നലെ അലസന്മാരായിട്ട് ആ ദിവസങ്ങളെ കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനൊരു ദിവസം നമ്മളിലേക്ക് വരുമെന്നറിയില്ല. ഇന്നലെ പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം, പരിശുദ്ധമായിട്ടുള്ള ഷാബാനിലെ അവസാനത്തേതും. അപ്പോൾ കഴിയുന്ന സലാത്തുകൾ മുത്ത് റസൂലിലേക്ക് എത്രയോ ആളുകൾ കൊടുത്തയച്ചിട്ടുണ്ടാകും. ആ സമയത്തൊക്കെ ഇന്നലെ മദീനയിൽ എത്തിയവരുണ്ടാകും. അപ്പോൾ അവരൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ റബ്ബിനോട് ദുആ ചെയ്തത് റബ്ബ് ഒരിക്കലും തട്ടിക്കളയൂല അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യുക, ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ മനസ്സിൽ നിയ്യത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് പടച്ച റബ്ബ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ റബ്ബിലേക്ക് ഞാൻ ഈ പറയുന്ന ഓരോ അമലുകളും എത്തിച്ചേരുന്നുണ്ട് എന്ന് ഓരോരോ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വേണം. അത്തരത്തിൽ നമ്മൾ ചെയ്താലുള്ളൂ നമുക്കൊന്നും കൂടെ ഒരു ഉഷാറുണ്ടാകുക ഇത്തരം അമലുകളെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് ചെയ്തിട്ട് ഇതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ് കാണുമല്ലോ, അപ്പം നമുക്കുണ്ടാകുന്ന ഒരു ഫീല് അത് വല്ലാത്തൊരു ഫീലായിരിക്കും. കാരണം നമ്മൾ കിട്ടൂല എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്കിന്ന് കുറി കിട്ടൂല. ആ കുറി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് മക്കളുടെ ഫീസ് അടക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇക്കാമ പുതുക്കാൻ പറ്റൂല. എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? പിന്നെയും നമ്മൾ കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വരില്ലേ. അപ്പോൾ കിട്ടൂല എന്ന് വിചാരിച്ച കാലം ഈ ഒരു അമല് ചെയ്തിട്ട് അവർക്ക് ഒന്നും അറിയാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകട്ടെ. നിങ്ങൾ പരസ്പരം എല്ലാവരെയും ദുആകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണമല്ലേ. കാരണം നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഒരു ഫാത്തിഹ ഓതി അവർക്ക് ഹദിയ ചെയ്യുക. അതിന് ശേഷം നമ്മളുടെ കാര്യങ്ങൾ പറയാം. ഇത്തരത്തിൽ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലം കിട്ടാനുള്ള ഒരു വഴി ഒന്നും കൂടെ കൂടൂല്ലേ. കാരണം നമ്മൾ ആദ്യം നമ്മുടെ സഹോദരങ്ങളെ മുൻനിർത്തി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം
നമ്മളിൽ നിന്ന് വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് നമ്മൾ നമ്മളുടെ കാര്യം പറയുന്നത്. അത്തരത്തിൽ ദുആ ചെയ്യുന്നത് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത പിരിശാണ് ആ ഒരു കാര്യത്തിന്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ദുആ ചെയ്ത് നോക്കാം. ഇത്തരത്തിൽ ദുആ ചെയ്താലും വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ ഇനി ഏതാണ് ആ ഒരു അമല് എന്ന് നമുക്കൊന്ന് നോക്കിയാലും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇന്ന് മുതൽ കഴിയുമെങ്കിൽ 1000 ഇസ്തിഗ്ഫാർ മുടങ്ങാതെ ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു ഹൈറായിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. കാരണം ഇനിയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ പൊറുപ്പിക്കാൻ വളരെയധികം ഉചിതമായിട്ടുള്ള സമയങ്ങളാണ്. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്ന് പറയും വലിയൊരു സമയമൊന്നും വേണ്ടല്ലോ അല്ലേ. അപ്പോൾ ഡെയിലി ഒരു 100 തവണയോ 1000 തവണയോ നമുക്കിത് ചൊല്ലാൻ പറ്റും എന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടണേ, എനിക്ക് പറ്റുമെന്നുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഇത്തരത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളുണ്ടല്ലോ അതിനെ റബ്ബ് സുബ്ഹാനഹു തആല എടുത്തു മാറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. കടങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ് ഈ ഒരു ഇസ്തിഗ്ഫാറിനെ ചൊല്ലുന്നതെങ്കിൽ അവൻ്റെ കടങ്ങളൊക്കെ റബ്ബ് വീട്ടി കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലും എന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടണേ, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് ചൊല്ലാൻ പറ്റും, മുടങ്ങാതെ ഈ ഒരു റമദാൻ മാസം കഴിയോളം ചൊല്ലാൻ പറ്റും, എൻ്റെ ആവശ്യങ്ങളെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നവർ ഈ ഒരു അമലിനെ ഒന്ന് ചെയ്തിട്ട് മനസ്സറിഞ്ഞ് നിയ്യത്ത് ഇന്ന് മുതൽ വെച്ച് തുടങ്ങാം. അത്തരത്തിൽ വെച്ച് തുടങ്ങുന്നവർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. എൻ്റെ വിലയേറിയ ദുആയിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ. അപ്പോൾ ഇനി നമുക്കത് ഏതാണെന്ന് നോക്കാം. ഇതൊന്നും നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചൊല്ലി തീർക്കേണ്ട കാര്യമല്ല അല്ലേ. ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എല്ലാ അമലുകളൊക്കെ ഒരു ദിവസമാണ് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ കുറച്ച് ദിവസം ഇരിക്കുക ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്നത്തെ ദിവസം ഞാൻ ദിക്റ് ചൊല്ലി, ദുആകൾ ചൊല്ലി, ഖുർആൻ പാരായണം ചെയ്തു, 5 വക്ത് നിസ്കാരം നിസ്കരിച്ചു, സുന്നത്തുകളൊക്കെ നിസ്കരിച്ചു. പക്ഷേ നാളെ ആകുമ്പോഴേക്കും ഞാനതൊക്കെ മറന്നിട്ടുണ്ടാകും. പിന്നെ എനിക്കൊരു മടി വരും, അലസത വരും. ഒരുപാട് ആളുകളിൽ കാണുന്നൊരു കാര്യമാണ്. അത്തരത്തിലാണെങ്കിൽ അങ്ങനെ അല്ലാതിരിക്കുക. നിങ്ങൾ ഈ ഒരു റമദാൻ മാസമായിട്ടെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. ഈ യാസീനിനെ കൊണ്ട് നമുക്ക് ചെയ്ത് കിട്ടാത്തതായിട്ട്, നമുക്ക് റബ്ബ് നൽകാത്തതായിട്ട് ഒന്നുമില്ല. അത്രയും ഫലമാണ് ഈ ഒരു യാസീൻ സൂറത്തിന്. ഈ യാസീൻ സൂറത്തിനെ നമ്മൾ 313 തവണ നിയ്യത്ത് വെക്കണം. 313 തവണ ഈ യാസീൻ സൂറത്തിനെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഓതി തുടങ്ങുക. നമ്മളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തെ നിയ്യത്ത് കരുതുകയും ചെയ്യണം അല്ലേ. മനസ്സിൽ നല്ല രീതിയിൽ വിചാരിക്കുക, എൻ്റെ ഈ ഒരു ആവശ്യത്തെ റബ്ബ് നേടിത്തരണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇത് ഓതി തുടങ്ങുകയും ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങൾ ഓതി തുടങ്ങി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആവശ്യം റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇൻഷാ അല്ലാഹ്. ഞാൻ അസ്മാഉൽ ഹുസ്നയുടെ ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഒരുപാട് ആളുകൾ ഞാനിത് ചൊല്ലി തുടങ്ങും എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി, കണ്ടേക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ഒരു അസ്മാഉൽ ഹുസ്നയും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള സൂറത്ത് യാസീനൊക്കെ ഓതുന്നത് ചൊല്ലുന്നത്, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കും. ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു തആല കാണിച്ചു തരികയും ചെയ്യും. ഈ ഒരു റമദാൻ മാസം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്തിട്ടുണ്ടാകും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും മഹത്തായിട്ടുള്ള അമലുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു പരിശുദ്ധിയും ഈ ഒരു അമലിൻ്റെ ഫലവും കൂടി ചേർന്ന് തന്നെ നമുക്കൊരു വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി, പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ അമലുകൾ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് നീക്കിത്തരിക തന്നെ ചെയ്യും. അപ്പോൾ ദുആ വസിയത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.